എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും അനുഭവമായി തോന്നുന്ന, എന്നാൽ പലർക്കും സംശയമായി തോന്നുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതാണ് കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്നത്. പലർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. എല്ലാം നന്നായി പോകുന്ന സമയത്ത് പെട്ടെന്നെന്തോ തടസ്സങ്ങൾ തുടങ്ങുന്നു. മനസ്സിലാകാത്ത ക്ഷീണം, വീട്ടിൽ സമാധാനമില്ലാതാകുന്നത്, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവസാന നിമിഷം നിൽക്കുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ചിലർ പറയുന്നത് ഇത് വെറും യാദൃശ്ചികം മാത്രമാണെന്ന്. പക്ഷേ മറ്റു ചിലർ വിശ്വസിക്കുന്നത് ഇത് മറ്റുള്ളവരുടെ അസൂയയോ നെഗറ്റീവ് ചിന്തകളോ ഉണ്ടാക്കുന്ന ദൃഷ്ടിദോഷം ആണെന്ന്. പഴയ കാലത്ത് നമ്മുടെ മുൻഗാമികൾ ഇതിനെക്കുറിച്ച് വളരെ ശ്രദ്ധിച്ചിരുന്നു. അവർ വിശ്വസിച്ചിരുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിൽ ഉണ്ടാകുന്ന അസൂയയും ദേഷ്യവും ചിലപ്പോൾ മറ്റൊരാളുടെ ജീവിതത്തിൽ നെഗറ്റീവ് സ്വാധീനം ചെലുത്താൻ കഴിയും എന്നതാണ്. ഈ വിഷയത്തെക്കുറിച്ച് പല പാരമ്പര്യ ഗ്രന്ഥങ്ങളിലും പരാമർശങ്ങൾ കാണാം. അവയിൽ ചിലത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. കണ്ണേറ് എന്നത് എന്താണ്? സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണേറ് എന്നത് മറ്റുള്ളവരുടെ അസൂയയോ നെഗറ്റീവ് ചിന്തകളോ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദോഷകരമായ സ്വാധീനം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് നല്ലത് സംഭവിക്കുമ്പോൾ ചിലർ സന്തോഷിക്കും, പക്ഷേ ചിലർ മനസ്സിൽ പറയാതെ തന്നെ അസൂയ തോന്നും. എന്തുകൊണ്ട് അവൻ ഇത്രയും നന്നായി പോകുന്നു? എനിക്ക് ഇത്രയും ഭാഗ്യമില്ലല്ലോ. ഇത്തരത്തിലുള്ള ചിന്തകൾ ചിലപ്പോൾ നെഗറ്റീവ് എനർജി ഉണ്ടാക്കുമെന്നാണ് പല സംസ്കാരങ്ങളും പറയുന്നത്. ലോകത്തിലെ പല രാജ്യങ്ങളിലും ഇതിനെക്കുറിച്ച് വിശ്വാസങ്ങളുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ഗ്രീസിലും തുർക്കിയിലും മിഡിൽ ഈസ്റ്റിൽ പോലും ഈവിളായി എന്ന ആശയം പറയപ്പെടുന്നു. അതായത് ഇത് ഒരു സംസ്കാരത്തിൽ മാത്രമുള്ള ഒരു ആശയമല്ല, പല സമൂഹങ്ങളിലും ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ കണ്ണേറിനെ കുറിച്ച് വിശ്വസിക്കുന്നത്? ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് വ്യക്തമായ കാരണം കണ്ടെത്താൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന്, എല്ലാം നന്നായി പോകുന്ന സമയത്ത് പെട്ടെന്ന് പ്രശ്നങ്ങൾ തുടങ്ങുക, അല്ലെങ്കിൽ ഒരാൾ നമ്മളെക്കുറിച്ച് വളരെ അസൂയയോടെ സംസാരിച്ച ശേഷം ജീവിതത്തിൽ തടസ്സങ്ങൾ തുടങ്ങുക. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ചില ജാഗ്രതകൾ നിർദ്ദേശിച്ചത്. അത് ഭയപ്പെടുത്താനല്ല, മറിച്ച് ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന ചില ശീലങ്ങൾ പഠിപ്പിക്കാനാണ്. കണ്ണേറിന്റെ ചില സാധാരണ ലക്ഷണങ്ങൾ. പലരും പറയുന്നത് ചില സാധാരണ ലക്ഷണങ്ങളുണ്ട് എന്നാണ്. അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. അകാരണമായ ക്ഷീണം. നിങ്ങൾ നല്ല ഉറക്കമെടുത്തിട്ടും നല്ല ഭക്ഷണം കഴിച്ചിട്ടും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടോ? പലർക്കും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടാകാറുണ്ട്. ശരീരത്തിന് വലിയ അസുഖമൊന്നുമില്ലെങ്കിലും മനസ്സിന് ഭാരമുള്ള പോലെ തോന്നും. ചിലർ ഇത് നെഗറ്റീവ് എനർജിയുടെ സ്വാധീനം എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഇത് പലപ്പോഴും മാനസിക സമ്മർദ്ദം കൊണ്ടും ഉണ്ടാകാം. അതുകൊണ്ട് ആദ്യം ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ്. അടുത്തതായി സാമ്പത്തിക തടസ്സങ്ങൾ. ചിലപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും. ഒരു ജോലി ഓൾമോസ്റ്റ് ഉറപ്പായിരിക്കുമ്പോൾ അവസാന നിമിഷം അത് നടക്കാതെ പോകും, അല്ലെങ്കിൽ വരാനിരുന്ന പണം വൈകും. പെട്ടെന്ന് അനാവശ്യ ചിലവുകൾ ഉണ്ടാകും. ഇതുപോലുള്ള സംഭവങ്ങൾ തുടർച്ചയായി സംഭവിക്കുമ്പോൾ ചിലർ ഇത് ദൃഷ്ടിദോഷത്തിന്റെ ലക്ഷണം എന്നാണ് കരുതുന്നത്. അടുത്തതായി കുടുംബത്തിലെ സമാധാനം നഷ്ടപ്പെടുക. ഒരു വീട്ടിൽ എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ പോലും വലിയ വഴക്കുകളായി മാറുന്ന സാഹചര്യം ഉണ്ടാകാം. പലപ്പോഴും ഇത് പുറത്തുനിന്നുള്ള നെഗറ്റീവ് സ്വാധീനമാണെന്ന് ചിലർ കരുതുന്നു. എന്നാൽ സത്യത്തിൽ പല പ്രശ്നങ്ങളും തെറ്റായ ആശയവിനിമയം കൊണ്ടും ഉണ്ടാകാം. അതിനാൽ പ്രശ്നങ്ങൾ വന്നാൽ ആദ്യം ശാന്തമായി സംസാരിക്കുക എന്നതാണ് ഏറ്റവും നല്ല പരിഹാരം. ആചാര്യ ചാണക്യൻ പറയുന്ന പ്രധാന ജാഗ്രത നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
പ്രാചീന ഭാരതത്തിലെ ഒരു മഹാനായ ചിന്തകനായിരുന്നു ചാണക്യൻ. അദ്ദേഹം ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട നിരവധി കാര്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു പ്രധാന ഉപദേശം ഇതാണ്: നിങ്ങളുടെ വലിയ പദ്ധതികൾ എല്ലാവരോടും പറയേണ്ടതില്ല. ഒരു വീട് നിർമ്മിക്കാൻ പോകുന്നുവെങ്കിൽ, പുതിയ ജോലി നേടാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരാൻ പോകുകയാണെങ്കിൽ, അത് പൂർത്തിയാകുന്നതുവരെ വളരെ കുറച്ച് ആളുകളോട് മാത്രമേ പറയാവൂ. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ഒരേ മനസ്സോടെ സന്തോഷിക്കണമെന്നില്ല. ചിലർ അറിയാതെ തന്നെ അസൂയ തോന്നും. അതുകൊണ്ട് മൗനം ചിലപ്പോൾ വലിയ സംരക്ഷണമാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. മൗനത്തിന്റെ ശക്തി. നമ്മൾ പലപ്പോഴും ഒരു വലിയ പദ്ധതി തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരോടും പറയാൻ ഇഷ്ടപ്പെടും. കാരണം നമ്മൾ സന്തോഷത്തിലാണ്. പക്ഷേ ചിലപ്പോൾ ഇത് തന്നെ പ്രശ്നങ്ങൾക്ക് കാരണമാകാം. ചാണക്യന്റെ ഒരു ആശയം ഇങ്ങനെ പറയാം: നിങ്ങളുടെ സ്വപ്നങ്ങൾ ശബ്ദമായി പറയുന്നതിന് മുൻപ് അവയെ യാഥാർത്ഥ്യമാക്കുക. കാരണം ഒരു കാര്യം പൂർത്തിയായ ശേഷം അത് പറയുമ്പോൾ ആരും അതിനെ തടയാൻ കഴിയില്ല. ആർക്കും അതിന് തടസ്സം നിൽക്കാൻ കഴിയില്ല. മനസ്സിന്റെ ശക്തി. കണ്ണേറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം മനസ്സിന്റെ ശക്തിയാണ്. ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസം വളരെ ശക്തമായ ഒരു കവചം പോലെയാണ്. നിങ്ങൾ എപ്പോഴും ഭയത്തോടെ ജീവിച്ചാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയതായി പോകും. പക്ഷേ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ ജീവിച്ചാൽ പല നെഗറ്റീവ് കാര്യങ്ങളും നിങ്ങൾക്ക് ബാധിക്കില്ല. അതുകൊണ്ട് പല ഗുരുക്കന്മാരും പറയുന്നത് ഇതാണ്: നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷണം. പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുക. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം വളരെ പ്രധാനമാണ്. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നത്, ജനലുകൾ തുറന്ന് ശുദ്ധമായ വായു വരാൻ അനുവദിക്കുന്നത്, സുഗന്ധമുള്ള ധൂപം ഉപയോഗിക്കുന്നത്, ഇവയെല്ലാം പലർക്കും മനസ്സിൽ സമാധാനം നൽകുന്ന കാര്യങ്ങളാണ്. പഴയ കാലത്ത് നമ്മുടെ മുൻഗാമികൾ സന്ധ്യാസമയത്ത് ധൂപം കത്തിക്കാറുണ്ടായിരുന്നു. അത് വെറും ആചാരമല്ല. അതിന്റെ സുഗന്ധം വീട്ടിലൊരു ശാന്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഈ വിഷയത്തെ എങ്ങനെ കാണണം? കണ്ണേറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്, ഇത് പല സംസ്കാരങ്ങളിലും പറയപ്പെടുന്ന ഒരു വിശ്വാസമാണ്. രണ്ടാമത്, ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇതുകൊണ്ടാണ് എന്ന് കരുതരുത്. ചിലപ്പോൾ പ്രശ്നങ്ങൾ നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ഉണ്ടാകാം. അതുകൊണ്ട് ബുദ്ധിയോടെയും സമത്വബോധത്തോടെയും ഈ വിഷയത്തെ സമീപിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇനി നമുക്ക് കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാം. അത് എന്തെന്നാൽ, ഇത്തരത്തിലുള്ള നെഗറ്റീവ് സ്വാധീനങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്നതാണ്. നമ്മുടെ മുൻഗാമികൾ പല ചെറിയ ശീലങ്ങൾ നമ്മെ പഠിപ്പിച്ചിരുന്നു. അവയെല്ലാം വെറും ആചാരങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കുന്ന രീതികളാണ്. വീടിന്റെ ശുദ്ധിയും ഊർജവും. ഒരു വീട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വൃത്തിയും ശുദ്ധിയും. പഴയ കാലത്ത് വീട്ടിലെ മുതിർന്നവർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്: വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ ഐശ്വര്യം നിലനിൽക്കും. ഇത് വെറും പഴമൊഴി മാത്രമല്ല. ഒരു വൃത്തിയുള്ള വീട്ടിൽ കഴിയുമ്പോൾ നമ്മുടെ മനസ്സും കൂടുതൽ ശാന്തമായിരിക്കും. അലസതയും നെഗറ്റീവ് ചിന്തകളും കുറയും. അതിനാൽ ചില ചെറിയ ശീലങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദിവസവും വീട് വൃത്തിയാക്കുക. രാവിലെ ജനലുകൾ തുറന്ന് വായു വരാൻ അനുവദിക്കുക. വീട്ടിൽ പ്രകാശം നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇവയെല്ലാം നമ്മുടെ മനസ്സിനും വീട്ടിലെ അന്തരീക്ഷത്തിനും വളരെ നല്ലതാണ്. ധൂപവും സുഗന്ധവും ഉപയോഗിക്കൽ. പഴയ കാലത്ത് സന്ധ്യാസമയത്ത് വീട്ടിൽ ധൂപം കത്തിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ചിലർ ചന്ദനത്തിരി ഉപയോഗിക്കും, ചിലർ സാമ്പ്രാണി കത്തിക്കും. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഒരു ശാന്തവും പോസിറ്റീവായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ്. സുഗന്ധം നമ്മുടെ മനസ്സിനെ വളരെ വേഗത്തിൽ സ്വാധീനിക്കും. അതിനാൽ ചില സുഗന്ധങ്ങൾ മനസ്സിൽ സമാധാനം നൽകാൻ സഹായിക്കുന്നു. കർപ്പൂരം ഉപയോഗിക്കുന്ന പാരമ്പര്യം. പല വീടുകളിലും കാണുന്ന മറ്റൊരു പതിവാണ് കർപ്പൂരം കത്തിക്കൽ. നമ്മുടെ പാരമ്പര്യത്തിൽ അഗ്നിക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അഗ്നി എന്നത് ശുദ്ധീകരണത്തിന്റെ പ്രതീകമാണ് എന്ന് കരുതുന്നു. അതുകൊണ്ടാണ് ചിലർ വീട്ടിൽ കർപ്പൂരം കത്തിക്കുന്നത്. അത് അന്തരീക്ഷത്തിൽ ഒരു ശാന്തമായ അനുഭവം നൽകുന്നു.
അതുപോലെ തന്നെ ഉപ്പുവെള്ളത്തിൽ കുളിക്കുന്ന പതിവ്. ചിലർ പറയുന്നത് ഒരു സാധാരണ രീതിയാണ് ഉപ്പുവെള്ളത്തിൽ കുളിക്കുക എന്നത്. ഒരു ബക്കറ്റ് വെള്ളത്തിൽ ചെറിയ അളവിൽ ഉപ്പ് ചേർത്ത് കുളിക്കുമ്പോൾ ശരീരത്തിലെ ക്ഷീണം കുറയാൻ സഹായിക്കുമെന്ന് പലരും വിശ്വസിക്കുന്നു. ശാസ്ത്രീയമായി നോക്കുമ്പോൾ പോലും ഉപ്പുവെള്ളം ശരീരത്തെ അല്പം റിലാക്സ് ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് ചിലർക്കിത് ഒരു മനസ്സിന് ശാന്തി നൽകുന്ന രീതിയായി തോന്നാം. അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തയുടെ ശക്തിയാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണം എന്താണെന്നറിയാമോ? അത് പോസിറ്റീവ് ചിന്തയാണ്. ഒരു മനുഷ്യൻ എപ്പോഴും നെഗറ്റീവ് ചിന്തകളിൽ കഴിയുന്നുവെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതായി പോകും. പക്ഷേ ആത്മവിശ്വാസമുള്ള ഒരു മനസ്സിന് വലിയ ശക്തിയുണ്ട്. ആരെന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ മറ്റുള്ളവരുടെ നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ബാധിക്കാനുള്ള സാധ്യത വളരെയധികം കുറയും. നിങ്ങളുടെ വിജയങ്ങൾ എല്ലാവരോടും പറയേണ്ടതില്ല. പഴയകാല ചിന്തകനായ ചാണക്യൻ ജീവിതത്തെക്കുറിച്ച് നൽകിയ ചില ഉപദേശങ്ങൾ ഇന്നും ആളുകൾ പിന്തുടരുന്നവയാണ്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എല്ലാവരോടും പറയരുത്. കാരണം ചിലർ നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കും, പക്ഷെ ചിലർക്ക് മനസ്സിൽ അസൂയ തോന്നാം. അതിനാൽ വലിയ കാര്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ മൗനം പാലിക്കുന്നത് ചിലപ്പോൾ നല്ലതാണ്. ആത്മീയതയുടെ പ്രാധാന്യം. ജീവിതത്തിൽ മനസ്സിന് സമാധാനം നൽകുന്ന ഒരു വലിയ ശക്തിയാണ് ആത്മീയത. അത് മതപരമായ ആചാരങ്ങൾ മാത്രമല്ല. ധ്യാനം ചെയ്യുക, ശാന്തമായി ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ സ്ഥിരതയോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഒരു ശാന്തമായ മനസ്സുള്ള ആളിനെ നെഗറ്റീവ് ചിന്തകൾ വളരെ കുറച്ച് മാത്രമേ ബാധിക്കൂ. മറ്റുള്ളവരുടെ അസൂയയെ ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ ഒരു സത്യം മനസ്സിലാക്കണം: നിങ്ങൾ എന്തു ചെയ്താലും എല്ലാവരും സന്തോഷിക്കില്ല. ചിലർ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, ചിലർ വിമർശിക്കും. അത് ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അധികം ചിന്തിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങളുടെ ജീവിതത്തിലെ ഊർജം നിങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നു. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത് നമ്മുടെ ചിന്തകളും തീരുമാനങ്ങളും തന്നെയാണ്. നല്ല ചിന്തകൾ ഉണ്ടെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടാകും. നല്ല പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മനസ്സും ആത്മവിശ്വാസവുമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഒരു പ്രധാന വിഷയം സംസാരിച്ചു. കണ്ണേറ് അല്ലെങ്കിൽ ദൃഷ്ടിദോഷം എന്ന ആശയം പല സംസ്കാരങ്ങളിലും പറയപ്പെടുന്ന ഒന്നാണ്. പക്ഷെ അതിനെ ഭയപ്പെടേണ്ടതില്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ബുദ്ധിയോടെ ജീവിക്കുക, ആത്മവിശ്വാസം വളർത്തുക, പോസിറ്റീവ് ചിന്ത നിലനിർത്തുക, നിങ്ങളുടെ പദ്ധതികളെ ശാന്തമായി പൂർത്തിയാക്കുക എന്നതാണ്. ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. പക്ഷേ ശാന്തമായ ശക്തമായ മനസ്സും അതുപോലെ തന്നെ ശരിയായ ചിന്തയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രശ്നവും മറികടക്കാൻ കഴിയും. അതിനാൽ മറ്റുള്ളവരുടെ അസൂയയെക്കുറിച്ച് ഭയപ്പെടാതെ നിങ്ങളുടെ ജീവിതം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകൂ. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും എന്നെന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.